നന്ദേട്ടാ, നമസ്കാരം. 6 ലക്ഷത്തിൽ കൂടുതൽ മുസ്ലിം പള്ളികളുണ്ട് ഇന്ത്യയിൽ. മൂന്നാമത്തെ മുസ്ലിം രാഷ്ട്രമാണ്, ഭൂരിപക്ഷ രാഷ്ട്രമാണ് ഇന്ത്യ എന്ന് പറയുന്നത്. ഈ ഉച്ചഭാഷിണികൾ ഒരു അസഹനീയമാണോ? ഉച്ചഭാഷണിയെക്കുറിച്ചുള്ള വളരെ രസകരമായിട്ടുള്ള സംഭവമാണ്. ഏകദേശം ഒരു 2 പതിറ്റാണ്ടായിട്ടുണ്ടാവും കേരള ഹൈക്കോടതിയിൽ കേസുണ്ടായിരുന്നു. അതിൽ പ്രധാനമായിട്ട് ഹിന്ദു ദേവാലയങ്ങളുടെ പരിസരത്ത് പാട്ട് വയ്ക്കുന്നതിനെ കുറിച്ചിട്ടായിരുന്നു പരാതി ഉണ്ടായിരുന്നു. ആ പരാതിയുടെ അടിസ്ഥാനത്തിൽ കേരള ഹൈക്കോടതി അതിനെക്കുറിച്ചിട്ട് വലിയ പരിശോധനയൊക്കെ നടത്തി. എനിക്ക് തോന്നുന്നു, എൻ്റെ ഓർമ്മ അത് ജസ്റ്റിസ് PK ഷംസുദ്ദീൻ അദ്ദേഹത്തിൻ്റെ റിട്ടയർമെൻറ്റിൻ്റെ അവസാന ദിവസത്തെ വിധി പ്രഖ്യാപനമായിരുന്നു അത്. കാരണം ഷംസുദ്ദീൻ എന്ന് പറഞ്ഞൊരു കടുത്ത മതേതരവാദിയാണ്. ഈ ജാതി ചിന്തയൊന്നും ഒരു ലെവലേശം തൊട്ട് തീണ്ടാത്ത ഒരു മഹാവ്യക്തിത്വമാണ് PK ഷംസുദ്ദീൻ എന്ന് പറയുന്നത്. അദ്ദേഹത്തിൻ്റെ അവസാന വിധിയാണത്. അതായത് ഞങ്ങളുടെ ക്രൈസ്തവ ദേവാലയങ്ങളിൽ പാട്ട് വയ്ക്കാൻ പാടില്ല, ഹൈന്ദവ ദേവാലയങ്ങളിൽ പാട്ട് വയ്ക്കാൻ പാടില്ല, പക്ഷേ ഞങ്ങളുടെ ആളുകൾക്ക് വാങ്ങി വിളിക്കാം എന്ന് പറയുന്നൊരു കോടതി വിധി അദ്ദേഹം പുറപ്പെടുവിക്കുന്നതാണ്. അതിന് ശേഷം അതങ്ങനെ വളരെ വർഷങ്ങളോളം അതങ്ങനെ തുറന്നു വരികയും ചെയ്തു. അപ്പോൾ ഈ ഷംസുദ്ദീനെ പോലുള്ള ഹൈക്കോടതി ജഡ്ജിയായിരുന്നെങ്കിലും വളരെ കുലീനായിട്ടുള്ള മനുഷ്യനാണ്. അദ്ദേഹമാണ് ആ പോപ്പുലർ ഫ്രണ്ടിന് ശിക്ഷിക്കപ്പെട്ട ആളുകൾക്കൊക്കെ സ്വീകരണം കൊടുക്കുന്നതിൻ്റെ പരിപാടി ഉദ്ഘാടകൻ അദ്ദേഹമായിരുന്നു. അതൊക്കെ അങ്ങനെയൊക്കെ ചെയ്യുന്ന വളരെ വളരെ മന്യ. നമ്മുടെ കമാൽ പാഷയൊക്കെ പോലെ തന്നെ, കമാൽ പാഷ, അതുപോലെ തന്നെ MESൻ്റെ ഗഫൂർ, PK ഷംസുദ്ദീൻ, ഇവരൊക്കെ കടുത്ത മതേതരവാദികളാണ്. അപ്പോൾ ആ തരം ഒരു മതേതരവാദിയുടെ ഒരു വിധിയുടെ അടിസ്ഥാനത്തിലാണ് മുസ്ലിം പള്ളിയിൽ വാങ്ങി വിളിക്കാം, പക്ഷേ മറ്റുള്ള സ്ഥലങ്ങളിൽ പാടില്ല എന്നുള്ളത്. കാരണം ഷംസുദ്ദീന് വീടിരിക്കുന്ന SRM റോഡിനകത്ത് എത്ര പള്ളിയുണ്ടെന്നുള്ള അദ്ദേഹം തിരക്കിയാൽ മതി. എൻ്റെ ഓർമ്മയിൽ 4-5 പള്ളികളുണ്ട്. ഒരു പള്ളിയിൽ കഴിഞ്ഞിട്ടാണ് അടുത്ത പള്ളിയിലുണ്ടാവുക. അതിന് ഷംസുദ്ദീൻ്റെ വ്യാഖ്യാനം പള്ളിയിൽ വാങ്ങി വിളിക്കുന്ന 1.5 മിനിറ്റ് വരെ ഉണ്ടാവുള്ളൂ എന്നാണ്. ഇപ്പം ഞാൻ താമസിക്കുന്ന മരട് നെട്ടൂരാണ്. അവിടെ 14 പള്ളികളാണ് ഉള്ളത്. അപ്പോൾ ഒരു പള്ളി കഴിഞ്ഞിട്ട് അടുത്ത പള്ളിയിലാണ് എന്ന് വെച്ചാൽ ഏകദേശം 21 മിനിറ്റ് തുടങ്ങിയിട്ട് 30 മിനിറ്റ് വരെയുള്ള സമയത്തിൻ്റെ കൂട്ടമായിട്ടുള്ള വാങ്ങുവിളി, കൂട്ടക്കരച്ചിൽ പോലെയാണ് കേൾക്കണത്. അങ്ങനെയാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അതിനെക്കുറിച്ചിട്ട് ഒരു പരാതിയും ഷംസുദ്ദീന്മാർക്കും ഇല്ല, ഒരു ജഡ്ജിമാർക്കും ഇല്ല, ഒരു സ്ഥലത്തും അതിനെക്കുറിച്ച് അന്വേഷണം നടക്കുന്നില്ല. ഇപ്പം നിലവിൽ ഞാൻ മനസ്സിലാക്കുന്നത് ബോംബെയിലെ പ്രശ്നം പൊതു താല്പര്യ ഹർജിയാണ് ബോംബെയിൽ. ഈ പാട്ട് വയ്ക്കാൻ പാടില്ല, അല്ലെങ്കിൽ മൈക്ക് വെച്ചിട്ട്, എന്തിനു മൈക്ക് വെച്ചിട്ട് വാങ്ങി വിളിക്കണത്? അല്ലാഹു അല്ലാതെ വേറെ ദൈവമില്ല എന്ന് പറഞ്ഞിട്ട് വിളിച്ചു പറയുക. ഇത് ശബ്ദം കൂടുതലാവുന്നതിന്റെ ഒരു പ്രശ്നമാണ് ഇവിടെ കോടതി പ്രധാനമായിട്ടും ചൂണ്ടിക്കാണിച്ചിരിക്കുന്നത്. ഇത് എല്ലാവർക്കും ബാധകമാണെന്നും പറഞ്ഞിട്ടുണ്ട്. അല്ല, കോടതി വാസ്തവത്തിൽ തരേണ്ടത്, കോടതി ഒരു മതേതര സംവിധാനമല്ലേ. മതേതര സംവിധാനത്തിൽ ഒരു മതത്തിന് മൈക്ക് വയ്ക്കാം, മറ്റു സമുദായങ്ങൾക്ക് മൈക്ക് വയ്ക്കാൻ പാടില്ല എന്നുള്ളത് ഏത് കോടതി പറഞ്ഞാലും അതിനകത്ത് ഒരു മതേതരവും ഇല്ല. അത് ചുമ്മാ ശുദ്ധ സംബന്ധമാണ്. ആ തരത്തിലൊരു വിധി തന്നെയാണ് അതിനെ സംബന്ധിച്ചൊക്കെ വന്നിട്ടുള്ളത്. ഇപ്പം നിലവിൽ വന്നിരിക്കുന്ന കോടതി വിധിയാണ് അക്കാര്യത്തിൽ കുറച്ചുകൂടി അന്തസ്സ് കാണിക്കുന്നുണ്ട്. കാരണം മുസ്ലിം പള്ളിയിൽ, ക്രൈസ്തവ പള്ളിയിൽ വേണ്ട, ഹൈന്ദവ ദേവാലയത്തിൽ വേണ്ട, എന്നാൽ മുസ്ലിം പള്ളിയിലും വേണ്ട. എന്തിനാ എല്ലാവരും മൈക്ക് വയ്ക്കണേ? എല്ലാവരും അവനവൻ്റെ ആ ദേവാലയത്തിൻ്റെ അകത്ത് കേൾക്കാവുന്ന രീതിയിൽ ശബ്ദം ഉണ്ടാക്കിയാൽ പോരെ. ഇതങ്ങനെയൊന്നുമല്ലല്ലോ. ഒരു സ്ഥലത്ത് മൈക്ക് വെച്ചിട്ട് അടുത്തുള്ള സ്ഥലത്ത് പിള്ളേർക്ക് പഠിക്കാൻ പോലും പറ്റൂല. ഇപ്പൊ നമ്മളിപ്പോ ഇതിന്റെ അടുത്തൊരു അമ്പലമുണ്ട്, ഒരു ക്ഷേത്രമുണ്ട്, അവിടെ ഒരു റെസിഡൻഷ്യൽ ഏരിയ. അവിടെയൊക്കെ രാവിലെ 5 മണിക്ക് ശബ്ദം വയ്ക്കുന്നത് ഒരു മനുഷ്യൻ പോലും അറിയില്ല. ആ പരിസരത്തും ആ ചുറ്റുവട്ടത്തിലുള്ള ആളുകൾ മാത്രമേ അറിയുള്ളൂ. ഒരു ഡിസ്റ്റർബൻസും ഇല്ല, ഒരു പ്രശ്നമില്ല. അല്ല, അതിന് വയ്ക്കാൻ പാടില്ല. കാരണം ഹൈന്ദവ ദേവാലയങ്ങളിൽ പാട്ട് വെച്ചിട്ടുണ്ടെങ്കിൽ മതേതര അപ്പം ഇടിഞ്ഞുളിഞ്ഞ് താഴെ വീഴും. അതിൻ്റെ വലിയ ഹൈക്കോടതി വിധി തന്നെയുണ്ട്. വയ്ക്കാൻ പാടില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. ശബ്ദം കൂട്ടാൻ വേണ്ടി പാടില്ല. കൂട്ടിക്കഴിഞ്ഞ് പോലീസ് വരും, നടപടിയെടുക്കും. എൻ്റെയൊക്കെ ഞാൻ താമസിക്കുന്ന നെട്ടൂര്, അവിടെ ശ്രീനാരായണ SNDP ഒരു ക്ഷേത്രമുണ്ട്, കുമാരപുരം ക്ഷേത്രം. ആ സ്ഥലത്ത് രാത്രി 10 മണിക്ക് ശേഷം മൈക്ക് വെച്ചു എന്ന് പറഞ്ഞിട്ട് സമീപവാസികളായിരിക്കുന്ന ചില ആളുകൾ പരാതി കൊടുത്തപ്പോൾ മൈക്ക് വന്നിട്ട് പോലീസിൽ നിന്ന് എടുത്തുകൊണ്ട് പോയി. കാരണം ഹൈന്ദവ ദേവാലയങ്ങളിൽ 10 മണി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ SNDPയുടെ ആയാലും കൊള്ളാം, എത്ര മതേതരവാദിയുടെ ആയാലും കൊള്ളാം, ആ ദേവാലയങ്ങളിൽ പാട്ടോ ശബ്ദമോ ഒന്നും പാടില്ല. മറിച്ച് നമ്മുടെ സോക്കോൾഡ് മതേതരവാദികളുണ്ടല്ലോ, അവരുടെ സ്ഥാപനങ്ങളിൽ എത്ര വേണമെങ്കിലും ഉറക്കം വേണമെങ്കിലും വയ്ക്കാം. അതിന് സമയത്തിൻ്റെ യാതൊരു ക്ലിപ്തതയില്ല. ആ ക്ലിപ്തതയില്ലായ്മയാണ് ബോംബെ ഹൈക്കോടതി ചോദ്യം ചെയ്തിരിക്കുന്നത്. ബോംബെ ഹൈക്കോടതി പറയുന്ന ന്യായം നമ്മൾ പരിശോധിക്കേണ്ടതാണ്. ഇതെല്ലാവർക്കും ഒരേപോലെ ബാധകമല്ലേ? ഇത് പാട്ട് വയ്ക്കുന്നു, അല്ലെങ്കിൽ വാങ്ങി കൂടി വിളിച്ചു പറയുന്നത് എന്താണ്? ശുദ്ധ തോന്നിവാസമല്ലേ? അള്ളാഹു അല്ലാതെ വേറെ ദൈവമില്ല എന്ന് പറയുക. ഇവിടെ കൃഷ്ണൻ അല്ലാണ്ട് വേറെ ദൈവമില്ല എന്ന് ഇവർ പറയുക. യേശു ക്രിസ്തു അല്ലാണ്ട് വേറെ ദൈവമില്ല എന്നുള്ള ക്രിസ്ത്യാനികൾ പറയുക. അങ്ങനെ പറയേണ്ടതാണോ? അവനവൻ്റെ ദൈവത്തെ സ്തുതിച്ച് അള്ളാഹുവിനെ സ്തുതിച്ചുകൊണ്ടുള്ള സ്തുതിഗീതങ്ങളൊക്കെ ന്യായമാണെന്ന് നമ്മൾ പറയാം. അതിനാരും തർക്കിക്കേണ്ട ആവശ്യമില്ല. മറിച്ച് അള്ളാഹു അല്ലാത്ത മറ്റൊരു ദൈവമില്ല എന്നുള്ള മൈക്ക് വെച്ചിട്ട് വിളിച്ച് വെളുപ്പിന് 5 മണിക്ക്, ഞാൻ വെളുപ്പിന് 5 മണിക്ക് ഇത് കേൾക്കുന്ന ആളാണ്. ഞാൻ ഇന്ന് രാവിലെ അടക്കം കേട്ടിട്ടുള്ള ആളാണ്.
ഈ തരത്തിൽ തോന്നിയ ദിവസമാണ് ഞാൻ വെളുപ്പിന് 5 മണിക്ക് ഞാൻ കേൾക്കുന്നത്. അത് ഒരു പള്ളിയിലെ കഴിയാൻ കാത്തിരിക്കുകയാണ്. അപ്പുറത്തെ പള്ളിയിൽ ആദ്യം ഞങ്ങൾ മുജാഹിദുകളുടെ പള്ളിയിൽ വരും, അത് കഴിഞ്ഞ് സലഫിയുടെ പള്ളിയിൽ വരും, അപ്പുറത്ത് സുന്നികളുടെ പള്ളിയിൽ വരും, അത് കഴിഞ്ഞ് അഹമ്മദിയുടെ പള്ളിയിൽ വരും. കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് സംഭലിൽ നമ്മൾ ഈ മോസ്ക് പ്രശ്നങ്ങളൊക്കെ ഉണ്ടായല്ലോ, സർവേന്റെ ഒക്കെ ഭാഗമായിട്ട് അതിന്റെ പരിസരത്തുണ്ടായിരുന്ന ഒരു പള്ളിയിൽ ഒരു ഇമാമിന് ഫൈൻ ഈടാക്കിയിട്ടുണ്ടായി 2 ലക്ഷം രൂപ. ഇയാൾ ഹൈ വോളിയത്തിൽ ഈ ശബ്ദം വെച്ചു, ബാങ്ക് വിളിച്ചു എന്ന് പറഞ്ഞുകൊണ്ടാണ് ഫൈൻ ഈടാക്കിയിരിക്കുന്നത്. ഇയാൾ അറസ്റ്റിലേക്ക് പോകേണ്ടതായിരുന്നു, ജാമ്യം നൽകി. എന്നാൽ ഇത്രയും രൂപ ഫൈൻ കെട്ടണം എന്നാണ് ഒരു ജില്ലാ കോടതി പറഞ്ഞത്. അല്ല, അതിനൊക്കെ മിക്കവാറും എല്ലാ സ്ഥലത്തും അങ്ങനെയാണ്. വളരെ അപശബ്ദമാണ്. കേൾക്കാൻ സുഖകരമല്ലാത്ത ഭാഷയിൽ മൈക്ക് വെച്ചിട്ട് ഞാനൊക്കെ ഒരു പാട്ട് പാടിയെന്നിരിക്കട്ടെ, ആരും കേൾക്കുമോ? കേൾക്കുന്നവൻ ചെവി പൊത്തിക്കൊണ്ട് ഓടിക്കളയില്ലേ? സമാനമായിട്ട് രീതിയിലാണ് വാങ്ങി വിളിക്കുന്നത്. കേൾക്കാൻ ഒരു സുഖകരമല്ലാത്ത രീതിയിൽ അപശബ്ദമാണ് ആ മൈക്കിൽ കൂടി പുറത്തു വരും. വെളുപ്പങ്കാലത്ത് 5 മണിക്ക് നമ്മൾ അമ്പലത്തിൽ കേൾക്കുന്ന പാട്ട് അങ്ങനെ ആയിരുന്നില്ല. യേശുദാസിൻ്റെ പാട്ടുകൾ കേൾക്കുക, ജയന്തൻ്റെ പാട്ടുകളാണ്, വേണുഗോപാലിൻ്റെ പാട്ടുകളാണ്, ഉണ്ണിമേൻ്റെ പാട്ടുകളാണ്. ഈ പാട്ടിനൊക്കെ പകരമായിട്ടാണ് ആ സ്ഥലത്തുള്ള ഏതെങ്കിലും ഒരാളുടെ ശബ്ദത്തിൽ ഇങ്ങനെ വിളിച്ചു പറയുന്ന സമയത്ത് ആളുകൾ മുഴുവൻ ഞെട്ടി എഴുന്നേൽക്കുക. ഇത് ഞങ്ങളുടെയൊക്കെ നാട്ടിൽ പല സ്ഥലത്തും നടന്നുകൊണ്ടിരിക്കുകയാണ്. ഏതാണെങ്കിലും ഇതിനൊരു കടിഞ്ഞാണില്ലാതെ പോകുന്നത് ശരിയല്ല. കാരണം ഒരു മതവിഭാഗം മാത്രം തീരുമാനിക്കുക, ഞങ്ങൾ ഇത്ര ശതമാനം ആളുകളുണ്ട്, ഞങ്ങൾക്ക് 2 ലക്ഷം പള്ളികളുണ്ട്, അവിടെ ഞങ്ങൾ മൈക്ക് വെച്ച് വിളിക്കും, നിങ്ങൾ ദേവാലയങ്ങളുടെ ക്രൈസ്തവ ദേവാലയങ്ങൾ മൈക്ക് വയ്ക്കാൻ വേണ്ടി പാടില്ല, നിങ്ങൾ ഹൈന്ദവ ദേവാലയങ്ങൾ മൈക്ക് വയ്ക്കാൻ വേണ്ടി പാടില്ല, ഞങ്ങൾക്ക് മാത്രം വയ്ക്കാം എന്ന് കോടതി വിധി പ്രഖ്യാപിക്കുന്നത് പോലും ഈ തരത്തിൽപ്പെട്ട മതേതരവാദിയായിരിക്കുന്ന ഹൈക്കോടതി ജഡ്ജിയാണ്. അതിൻ്റെ പേരിലാണ് ഇതൊക്കെ വന്നത്. ശരിക്കും അങ്ങനെയാണത്. അദ്ദേഹത്തിൻ്റെ വിധിയുടെ ചുവട് പിടിച്ചുകൊണ്ടാണ് ഇന്ത്യയിലെമ്പാടും നടപ്പിൽ വരുത്തി. കാരണം പിന്നെ ബാക്കിയുള്ള ജഡ്ജിമാരൊക്കെ മതേതരവാദികളാണല്ലോ, അവർക്കൊക്കെ മതേതരത്വം ഉണ്ടല്ലോ. രാഷ്ട്രീയ നേതാക്കന്മാർക്ക് മതേതരത്വം ഉണ്ട്. ഈ രാഷ്ട്രീയ നേതാക്കന്മാർക്കും എല്ലാവർക്കും മതേതരത്വം ഉള്ളതിൻ്റെ പേരിൽ ഒരു ഭരണാധികാരിയും ഇതിനെ ചോദ്യം ചെയ്യുന്നില്ല. ഇത് ജില്ലാ കളക്ടർ ചോദ്യം ചെയ്യേണ്ടതാണ്, ചോദ്യം ചെയ്തിട്ടില്ല. ഇതിനെ സംസ്ഥാന മന്ത്രിസഭ ചോദ്യം ചെയ്യേണ്ടതാണ്, ചോദ്യം ചെയ്തിട്ടില്ല. പ്രധാന ഭരിക്കുന്ന പാർട്ടി ചോദ്യം ചെയ്യേണ്ടതാണ്, ചോദ്യം ചെയ്യുന്നില്ല. പ്രതിപക്ഷ പാർട്ടികൾ ചോദ്യം ചെയ്യേണ്ടതാണ്, ആരും ചോദ്യം ചെയ്തിട്ടില്ല. ചോദ്യം ചെയ്ത് കഴിഞ്ഞാൽ ഇസ്ലാം വിരുദ്ധമാവില്ലേ? ചോദ്യം ചെയ്ത ഇസ്ലാം വിരുദ്ധമാണ്, വർഗീയമാണ്, അവനെ കൊന്നു കുഴിച്ചു മൂടേണ്ടതാണ്. ഒരു വർഗീയവാദിയും കേരളത്തിൻ്റെ മണ്ണിൽ, ഇന്ത്യയുടെ മണ്ണിൽ വച്ചുകൊണ്ടിരിക്കാൻ വേണ്ടി പാടില്ല. മറിച്ച് തനി മതേതരവാദികളാണ്. മതേതരവാദിയാവുന്ന സമയത്ത് നമുക്ക് ഇതൊക്കെ പറയാം, ഞങ്ങളുടെ പള്ളിയിൽ മാത്രമേ പാടുള്ളൂ എന്നൊക്കെ പറയുന്ന കടുത്ത മതേതരവാദികളാണ്. ആ തരം മതേതരവാദികൾക്കാണ് കേരളത്തിലെ സ്പേസ്, അവർക്കാണ്. അതുകൊണ്ട് അവരാണ് കാര്യങ്ങൾ തീരുമാനിക്കുക. അവർ കാര്യങ്ങൾ തീരുമാനിക്കുന്നു, കോടതി പോലും അത് അനുസരിക്കുന്നു, കോടതി പോലും അത് അംഗീകരിക്കുന്നു. ഇന്നിപ്പോൾ എല്ലാ സ്ഥലത്തും അങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുന്നത് എങ്ങനെയാണത്? ഇപ്പം മൈക്ക് മറ്റേ ഹൈന്ദവ ദേവാലയങ്ങളിലൊക്കെ 10 മണി കഴിഞ്ഞ് മൈക്ക് വയ്ക്കാൻ പാടില്ല, മൈക്ക് വയ്ക്കാൻ പാടില്ല. നിങ്ങൾ നാളെ മുസ്ലിം ഒരു പ്രാസംഗികന് വന്നിരിക്കട്ടെ, അയാൾ 10:15 വരെ പ്രസംഗിക്കും, അയാൾ 10:30 വരെ പ്രസംഗിക്കും. ഇവിടെ ആരും ചോദ്യം ചെയ്യാനൊന്നുമില്ല. അഥവാ നമ്മളത് ചോദ്യം ചെയ്താൽ നേരത്തെ ഗീതം പറഞ്ഞ പോലെ അത് വർഗീയവാദിയാവും, നിങ്ങൾ മതേതരത്വത്തിന് വിരുദ്ധനാവും. ആ മതേതരത്വത്തിന് വിരുദ്ധനായി നിന്ന സമയത്ത് നിങ്ങളെ ചോദ്യം ചെയ്യുക തന്നെ ചെയ്യും. ഇന്ന് സംഭവിച്ചുകൊണ്ടിരിക്കുന്നതാണ്. ഏതാണെങ്കിലും ബോംബെ ഹൈക്കോടതിയുടെ പുതിയ നിരീക്ഷണം അത് വളരെ ശ്ലാഘനീയമാണ്. ഇതൊരു പുതിയൊരു പഠനത്തിന് വിധേയമാക്കേണ്ടതാണ്. എന്തുകൊണ്ടാണ് മുസ്ലിം പള്ളിയിലെ വാങ്കുവിളികൾ, എന്തിനാണ് വാങ്ക് വിളിക്കുന്നത്? സത്യത്തിൽ എനിക്ക് ഇപ്പോഴും മനസ്സിലായിട്ടില്ല. വാങ്ക് വയ്ക്കുന്നത് എന്തിനാണ്? വേറെ ദൈവമില്ല എന്ന് വിളിച്ചു പറയാൻ വേണ്ടിയിട്ടാണോ വാങ്ക് വയ്ക്കുന്നത്? അങ്ങനെ വാങ്ക് വയ്ക്കുന്ന വേറെ ദൈവമില്ല എന്ന് വിളിച്ചു പറയുന്നത് മതേതര കാഴ്ചപ്പാടിന് അനുകൂലമാണോ? ഇത് മാത്രമല്ല, ഈ വിളി മാത്രമല്ല, ഈ വിളിയുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ ഏതെങ്കിലും ഒരു പൊതുപരിപാടി നടക്കുകയാണെന്ന് വിചാരിക്കുക, പെട്ടെന്ന് ഈ വിളി കേൾക്കുമ്പോൾ ആളുകൾ ചാടി എഴുന്നേൽക്കുക, പരിപാടി തന്നെ സ്റ്റോപ്പ് ആവുന്ന ഒരുപാട് അനുഭവങ്ങൾ ഞാൻ നേരിട്ടിട്ട് കണ്ടിട്ടുണ്ട്. ഞാനൊരു സ്ഥലത്തൊരു നാടകം കളിക്കുകയാണ്, നാടകം കളിച്ചുകൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് വാങ്ക് വിളി വന്നു. അവസാനം എല്ലാവരും കളിച്ചുകൊണ്ടിരിക്കുന്നതിനിടയിൽ എല്ലാവരും സ്റ്റില്ലായിട്ട് ചെയ്യുന്നത്. കളി കഴിഞ്ഞിട്ടാണ് ഈ വിളി കഴിഞ്ഞിട്ടാണ് നാടകം തുടങ്ങിയത്. അതിപ്പോൾ നമ്മുടെ ഈ കൊച്ചു പിള്ളേർ കളിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് സ്റ്റാച്യു എന്ന് പറയും. ഈ സ്റ്റാച്യു എന്ന് പറയുന്ന വലത്തിന് തന്നെയാണ് വാങ്ക് കേട്ടുകഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വേറെ സ്റ്റാച്യു ആണ് ഇവരുടെയൊക്കെ മനസ്സിൽ വരിക. അപ്പോൾ ഇവരെല്ലാവരും നിൽക്കുന്നിടത്തിന് നിൽക്കും. കേരള മുഖ്യമന്ത്രിയുടെ പിന്നെ വാ തുറക്കൂല. പിണറായി വിജയൻ സംസാരിക്കുന്നവരുടെ കേട്ടിട്ടില്ലേ? എങ്ങാനും വാങ്കിൻ്റെ ശബ്ദം കേട്ടാൽ പിന്നെ പിണറായി വിജയൻ്റെ ശബ്ദം പുറത്തേക്ക് വരില്ല. അപ്പം അങ്ങനെ വായടയും. അതുവരേക്കും അങ്ങനെ VS അച്യുതാനന്ദനെ കണ്ട ചീത്ത പറയും, പ്രതിപക്ഷ നേതാവിനെ കണ്ട ചീത്ത പറയും, KPCC പ്രസിഡന്റും BJP അധ്യക്ഷനെ കണ്ട ചീത്ത പറയും. ആ ചീത്ത പറയുന്ന ആൾക്ക് വാങ്കിൻ്റെ ശബ്ദം കേട്ടാൽ പിന്നെ പിണറായി വിജയൻ്റെ വായ തുറക്കൂല. പിണറായി വിജയൻ്റെ മാത്രമല്ല കേട്ടോ, അപ്പുറത്തുള്ള കക്ഷികളുടെയൊക്കെ അത് തന്നെയാണ്. കോൺഗ്രസിൻ്റെ അധ്യക്ഷൻ്റെയും BJPയുടെ അധ്യക്ഷൻ്റെയും എനിക്ക് അങ്ങനെ തന്നെയാണെന്ന് ഞാൻ മനസ്സിലാക്കുന്നത് അങ്ങനെയാണ്. ഈ വാങ്ക് വിളിയുടെ അർത്ഥം എന്താണെന്ന് പൊതുസമൂഹത്തെ ഒരു ബോധ്യപ്പെടുത്തണം. മറ്റൊരു ദൈവമില്ല എന്നുള്ള വിളിച്ചു പറയാൻ അധികാരി ഇവർക്ക് ആര് കൊടുത്തതാരാണ്?
അത് മതേതരത്തിൽ നിന്ന് നിരക്കുന്നതാണോ? അങ്ങനെ മതേതരത്തിൽ നിന്ന് നിരക്കാത്തൊരു കാര്യം മതത്തിൻ്റെ പേരിൽ പ്രചരിപ്പിക്കുന്ന മര്യാദയാണോ? അതിനെ കോടതികൾ അംഗീകരിക്കുന്നത് ശരിയാണോ? അതിന് രാഷ്ട്രീയ പാർട്ടികൾക്ക് അംഗീകരിക്കാനുള്ള അവർക്കുള്ള അവകാശം അതിനെക്കുറിച്ച് എന്താണ്? കേരള സർക്കാരിൻ്റെ വിഷയത്തിലെ നയം എന്താണ്? അവരുടെ പരിപാടിയെ കുറിച്ചിട്ട് എന്താണ്? ഇത് വളരെ വ്യക്തമാക്കണം ശരിക്കത്. ഇപ്പോൾ അല്ലാഹു അല്ലാത്ത മറ്റൊരു ദൈവമില്ല എന്ന് വിളിച്ചു പറയുന്നത് എന്താ? ഇതിലിപ്പോൾ കോടതി പറഞ്ഞിരിക്കുന്നത് ഭരണഘടനയുടെ ആർട്ടിക്കിൾ 19-20 പ്രകാരമുള്ള അവകാശങ്ങൾ ഒട്ടും ലംഘിക്കപ്പെടുന്നതല്ല ഉച്ചഭാഷിണി നിയന്ത്രണം എന്നാണ് ഈ ജസ്റ്റിസുമാരായ അജയ് ഗഡ്കരിയും അതോടൊപ്പം തന്നെ ശ്യാം ചന്ദക്കും. അതെ, അത് ശബ്ദമലിനീകരണത്തിൻ്റെ അടിസ്ഥാനത്തിലാണ്. ശബ്ദം പുറപ്പെടുവിക്കുന്നത് എന്നത് അതുകൊണ്ട് മറ്റുള്ളവർക്ക് ബുദ്ധിമുട്ടുണ്ടാവുന്നത് കൊണ്ട് ശബ്ദമലിനീകരണത്തിൻ്റെ അടിസ്ഥാനത്തിൽ നിയന്ത്രിക്കുന്നതിനെ സംബന്ധിച്ചാണ് ജഡ്ജിമെന്റ് വരുന്നത്. എൻ്റെ ആർഗ്യുമെന്റ് അതിനകത്ത് മാത്രമല്ല, ഈ തരം കാര്യങ്ങൾ ശബ്ദമലിനീകരണം അല്ലെങ്കിൽ പോലും ന്യായമാണോ എന്നുള്ളതാണ് എൻ്റെ ചർച്ചാ വിഷയം. പ്രധാനമായിട്ട് അതാണ്. അത് ന്യായമല്ല, തികച്ചും അന്യായമാണത്. കാരണം വേറൊരു ദൈവമില്ല എന്ന് കൃഷ്ണൻ, ഇപ്പം ഞാൻ ഒരു ശ്രീകൃഷ്ണനെ, എൻ്റെ വീടിൻ്റെ അടുത്തുള്ള അമ്പലം അതാണ്, അതുകൊണ്ട് കൃഷ്ണനല്ലാതെ കൊണ്ട് ഒരു ദൈവമില്ല, നബി ദൈവമല്ല, അല്ലെങ്കിൽ ജീസസ് ദൈവമല്ല എന്നൊക്കെ പറയുന്നത് അതാണ് മതേതരത്വമെങ്കിൽ ഞാൻ തീർച്ചയായിട്ടും പറയും ഞാനൊരു മതേതരവാദിയേ അല്ല. കാരണം എല്ലാ മതവിഭാഗങ്ങൾക്കും അവരുടേതായ വിശ്വാസ പ്രമാണങ്ങൾ ആചരിക്കുവാനുള്ള സ്വാതന്ത്ര്യമുണ്ട് എന്നാണ് വിവക്ഷയെങ്കിൽ ഒരു കാരണവശാലും മറ്റൊരു ദൈവമില്ല എന്ന് പറയുന്നത് മര്യാദയല്ല. ഇന്ന് അത് മാത്രം പറയുന്നതാണ് മര്യാദ എന്നാണ് കേരള ഹൈക്കോടതി അടക്കം പ്രഖ്യാപിച്ചതാണ്. അതിൻ്റെ പേരിലാണ് വിധി വന്നിട്ടുള്ളത്. പക്ഷേ നമ്മുടെ നാട്ടിൽ വലിയൊരു ശതമാനം മുസ്ലിങ്ങളും നമ്മുടെ ജനാധിപത്യ സംവിധാനത്തെ അനുസരിച്ച് ജീവിക്കുന്നവരാണ്. അവരിത്തരം കാണത്ത സ്വഭാവങ്ങൾക്കൊന്നും വഴിപ്പെടാതെ ജീവിക്കുന്ന ആളുകളാണ് വലിയൊരു ശതമാനം ആളുകൾ. അല്ല, അവരും ആണെങ്കിൽ അവർ നിർബന്ധിതരാണ്. ഇപ്പോൾ ഹിന്ദുക്കളുടെ ഒരു നിയമം ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ എല്ലാം അനുസരിക്കുന്ന അവരൊക്കെ ബാധ്യസ്ഥരല്ല. മറിച്ച് മുസ്ലിമിൻ്റെ ദയനീയാവസ്ഥ, മുസ്ലിമിൻ്റെ ഈ തരത്തിൽ പെട്ട കാര്യങ്ങളോട് വിയോജിപ്പുള്ളവന് പോലും ഇതിനോട് യോജിക്കാതിരിക്കാൻ നിവൃത്തിയില്ല. ഇപ്പോൾ പറയാമല്ലോ, അവിടെ സംസ്ഥ തീരുമാനിച്ചു പെൺകുട്ടികൾ സ്റ്റേജിൽ കയറാൻ പാടില്ല എന്ന്. എത്ര മുസ്ലിങ്ങളുടെ ഭാഗത്ത് നിന്ന് എതിർപ്പുണ്ടായി? ഏതൊക്കെ മുസ്ലിം അവിടെ എതിർത്തത്? ഇവിടുത്തെ അനുകൂലിക്കുന്ന സമീപനം ഉണ്ടായോ? മിണ്ടാതിരിക്കുന്ന മൗനം വിദ്വാനുഭൂഷണം എന്നുള്ള മട്ടിലാണ്. ഇവരാരും മിണ്ടിയില്ലല്ലോ. മിണ്ടാതിരിക്കുന്നതൊക്കെ അനുകൂലിക്കുന്നതാണ്. എത്ര MLA മാരുണ്ട് കേരളത്തിൽ? മുഹമ്മദ് റിയാസിനെ പോലെ മന്ത്രിമാരില്ലേ? ഷംസീറിനെ പോലെ സ്പീക്കറില്ലേ? ഇയാളുടെയൊക്കെ എങ്ങനെ അണ്ണാക്കിൽ പിരിവിട്ടിരുന്നു ആ സമയത്ത്? മിണ്ടിയില്ലല്ലോ ഇവരാരും. ഇവരാരും ഇതിനെതിരായിട്ട് ഒരക്ഷരം പറഞ്ഞില്ല. ഗോവിന്ദൻ പരോക്ഷമായിട്ടൊരു വിമർശനം പറയുന്ന സമയത്ത് പരോക്ഷമായിട്ടുള്ള എന്തുകൊണ്ട് പ്രത്യക്ഷത്തിൽ പറഞ്ഞുകൂടാ? ഗണപതി മിത്താണെന്ന് പറഞ്ഞാലാണ് ഷംസീർ. ആ ഷംസീർ കാന്തപുരത്തിന്റെ പ്രസ്താവന കണ്ടില്ലല്ലോ. വിവാദം കത്തി പൊങ്ങി. അതെ, അത് അതൊന്നും ചെയ്തില്ലല്ലോ. അല്ലെങ്കിൽ സനാതനധർമ്മം തെറ്റാണെന്ന് പറഞ്ഞിട്ട്, അതെ, ചാതുർ പറഞ്ഞു മാത്രമല്ല, സനാതനധർമ്മത്തിന് ഗുരുദേവനെതിരാണെന്ന് പോയിട്ട് മാത്രമാണെന്നൊക്കെ പറഞ്ഞ് പ്രസംഗിച്ച ആളാണ് പിണറായി വിജയൻ. ആ പിണറായി വിജയൻ അടക്കം ഇതിനെക്കുറിച്ചൊന്നും വാ തുറന്നിട്ടില്ല. കാരണം ഇതിനെക്കുറിച്ച് വാ തുറന്നാൽ പിന്നെ കയ്യും കാലും ഉണ്ടാവില്ല എന്ന് ഇവർക്ക് നല്ല ബോധ്യമുണ്ട്. ആ ബോധ്യമുള്ളതിൻ്റെ പേരിൽ ഇവരാരും അതിനെ എതിർക്കാറില്ല. അവിടെ എന്തെല്ലാം ഇസ്ലാമിക തീവ്രവാദികളും നിയമങ്ങൾ കൊണ്ടുവന്നാലും കാന്തപുരം എന്തു പറഞ്ഞാലും, കാന്തപുരത്തിന്റെ ഒരു നിലപാടിനെ ജിഫ്രിയും അനുകൂലിക്കുകയാണ് ചെയ്തത്, നടപ്പിലാക്കണം എന്ന് പറഞ്ഞു. ജിഫ്രി പറയുന്നു എന്നുള്ളത്, ജിഫ്രി സമസ്തയുടെ ആളാണ്. സമസ്തയുടെ നയമാണ് കാന്തപുരം വ്യക്തമാക്കിയത്. ഈ സമസ്തയൊന്നും തള്ളിപ്പറയാൻ ഇവിടുത്തെ ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടികൾ തയ്യാറുണ്ടോ? കമ്മ്യൂണിസ്റ്റ് പാർട്ടി തയ്യാറുണ്ടോ? കോൺഗ്രസ് തയ്യാറുണ്ടോ? BJPയുടെ നിലപാട് വ്യക്തമാക്കേണ്ടതല്ലേ? ഇവരാരും നിലപാട് വ്യക്തമാക്കിയിട്ടില്ലല്ലോ. ഇവരെല്ലാവരും കാന്തപുരത്തിന് ശക്തമായി വിമർശിക്കുന്നതിന് പകരം, കാന്തപുരത്തിന് എൻ്റെ നിലപാടിനെ തള്ളിപ്പറയേണ്ടതിന് പകരം ഒരു പരിധി വരെ ഇവരൊക്കെ കാന്തപുരത്തിൻ്റെ നിലപാടുകൾ അംഗീകരിക്കുന്ന സമീപനമാണ് കേരളത്തിലെ സർക്കാരും രാഷ്ട്രീയ പാർട്ടികളൊക്കെ സ്വീകരിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെയാണ് ഈ പറയുന്ന കോടതി വിധികൾ അങ്ങനെ വരുന്നതൊക്കെ ഇതിൻ്റെ അടിസ്ഥാനത്തിലാണ്. ഏതാണെങ്കിലും എന്തായാലും നിയമം എല്ലാവർക്കും ഒരേ തുല്യമാണ് എന്നുള്ളത് എല്ലാവരും മനസ്സിലാക്കും. തുല്യമാകേണ്ടതാണ്. തുല്യമാണെന്ന് പറയാൻ സാധ്യമല്ല, എല്ലാവർക്കും തുല്യമാകേണ്ടതാണ്. അങ്ങനെ ആകണം എന്നുള്ള വിധി വന്നത് ബഹുമാനപ്പെട്ട ബോംബെ ഹൈക്കോടതിയിൽ നിന്നാണ്. ആ വിധിയെ ഇവിടെ മനുഷ്യസ്നേഹികളായിരിക്കുന്ന ആളുകൾ സർവാത്മന സ്വാഗതം ചെയ്യേണ്ടതാണെന്നാണ് എൻ്റെ വ്യക്തിപരമായ അഭിപ്രായം. നന്ദി, നമസ്കാരം.